സംവിധായകൻ ശ്യാമപ്രസാദിൻ്റെ ഋതുവെന്ന ചിത്രത്തിലൂടെ സ്വപ്നതുല്യമായ അരങ്ങേറ്റം കുറിച്ച നടനാണ് ആസിഫ് അലി. ജീവിതം പോലെ തന്നെ ഒരുപാട് കയറ്റിറക്കങ്ങൾ നിറഞ്ഞതായിരുന്നു ആസിഫിൻ്റെ സിനിമാ കരിയർ ഗ്രാഫ്. ഹിറ്റടിച്ച് നിൽക്കുമ്പോഴും തിരക്കഥകളുടെ തിരഞ്ഞെടുപ്പിലെ ജാഗ്രത കുറവ് മൂലം തുടർ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയൊരു ബോധകാലമുണ്ടായിരുന്നു താരത്തിന്. ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒരു ഉഴപ്പൻ കുട്ടി ഇമേജ്. ആസിഫിനെതിരെയുള്ള വ്യാപകമായ പരാതികളിലൊന്ന് ചലച്ചിത്ര പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോണെടുക്കില്ല എന്നതായിരുന്നു. പല മുൻനിര നായകന്മാരും തിരസ്കരിച്ച് തിരക്കഥകൾ ഏറ്റെടുത്ത് അഭിനയിപ്പിച്ച് സിനിമകളെ പരാജയപ്പെട്ടതിൻ്റെ പേരിലും ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആസിഫിന്. എന്നാൽ 2024 ആസിഫിൽ തന്നിലെ നടനെയും വ്യക്തിയെയും സ്വയം നവീകരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. തിരക്കഥകളുടെ തിരഞ്ഞെടുപ്പിലെ വൈവിധ്യം കൊണ്ടും സ്ക്രീനിന് പുറത്ത് പക്വതയാർന്ന ഇടപെടലിലൂടെ ആസിഫ് മലയാളിയെ വിസ്മയിപ്പിച്ചു. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്ററായ രേഖാചിത്രത്തിലൂടെ ആസിഫ് തൻ്റെ വരവറിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ ആസിഫിൻ്റെ കരിയറിലെ ആദ്യ 100 കോടി ക്ലബ്ബ് ചിത്രമായി രേഖാചിത്രം മാറിയേക്കും. സംവിധായകൻ ജിസ് ജോയിയുടെ ഇഷ്ട നായകനാണ് ആസിഫ് അലി. അദ്ദേഹം സംവിധാനം ചെയ്ത 6 ചിത്രങ്ങളിൽ 5ലും നായകൻ ആസിഫായിരുന്നു. ജിസ് ജോയിയുടെ ഇന്നലെ വരെ എന്ന ത്രില്ലർ സിനിമയിൽ പ്രതിനായക ഛായയുള്ള കഥാപാത്രമായി ആസിഫ് അലി നിറഞ്ഞാടി. പിന്നീട് വന്ന തലവനിലും ആസിഫ് നന്നായി അഭിനയിച്ചു. കൺട്രോൾഡ് ആക്ടിങ്ങിലൂടെ ടൈമിങ്ങിൻ്റെ തലവനായ ബിജു മേനോൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് ആസിഫ് പുറത്തെടുത്തത്. ആസിഫ് അലി, അമലപ്പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത സിനിമയാണ് ലെവൽ ക്രോസ്. രാജ്യാന്തര ഫെസ്റ്റിവൽ സിനിമകളോട് കിടപിടിക്കുന്ന മേക്കിങ്ങിലൂടെ വിസ്മയിപ്പിച്ച സിനിമയാണ് ലെവൽ ക്രോസ്. സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലിയും തകർത്താടി ചിത്രമായിരുന്നു അഡിയോസ് അമിഗോ. ഇതിൽ ആസിഫ് വ്യത്യസ്തമായ ഗെറ്റപ്പിലായിരുന്നു. അവസാനം അതാ വരുന്നു മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക് തിരക്കഥകളിൽ ഒന്നൊന്ന് പേരെടുത്ത കിഷ്കിന്ദ കാണ്ഡത്തിലൂടെ ആസിഫ് ബോക്സ് ഓഫീസിലെല്ലാം മിന്നുന്ന താരമായി മാറിക്കഴിഞ്ഞു. അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർക്കൊപ്പം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആസിഫ് ഒരിക്കൽ കൂടി മിതത്വം നിറഞ്ഞ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. മകൻ്റെ അച്ഛനും അച്ഛൻ്റെ മകനായും അജയ് ചന്ദ്രൻ എന്ന കഥാപാത്രം കൊണ്ടുപോകുന്ന മാനസിക സംഘർഷങ്ങളെയും അയാൾ ഉള്ളിലൊതുക്കിയ നൊമ്പരങ്ങളെയും രഹസ്യങ്ങളെയും തീവ്രത നഷ്ടപ്പെടാതെ ആസിഫ് സ്ക്രീനിലേക്ക് പകർത്തുന്നു. ഒരേ സമയം നിരൂപക പ്രേക്ഷക പ്രശംസനയുടെ ചിത്രമായി കിഷ്കിന്ദ കാണ്ഡം മാറിമറിയുന്ന കാഴ്ച കണ്ടറിയുക തന്നെ വേണം. MT കൃതികളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മനോരഥങ്ങളെന്ന ചലച്ചിത്രങ്ങളുടെ സമാഹാരത്തിലൂടെ ആസിഫ് ശ്രദ്ധേയനായി. ഈ ചലച്ചിത്ര സമാഹാരവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലുണ്ടായ വിവാദങ്ങളെ വളരെയധികം കൈയടക്കത്തോടെയാണ് ആസിഫ് കൈകാര്യം ചെയ്തത്. സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്നും മെമൻറ്റോ വാങ്ങാൻ തയ്യാറാകാതെ ഇരുന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മലയാളത്തിലെ പ്രമുഖ അഭിനേതാക്കളും ചലച്ചിത്ര പ്രവർത്തകർ അണിനിരുന്ന വേദിയിൽ ആസിഫ് അപമാനിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ആസിഫ് അലി വിവാദങ്ങൾ ആളിക്കത്തിക്കാതെ രമേശ് നാരായണനോട് നേരിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു. വിദ്വേഷ ക്യാമ്പയിനുകളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ആസിഫ് പക്വതയോടെ വിഷയത്തെ കൈകാര്യം ചെയ്തു. ഒരു നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ആസിഫ് കാണിച്ച ഔന്നത്യം മനോഹരമായിരുന്നു. രേഖാചിത്രത്തിലെ CA വിനോദ് എന്ന കഥാപാത്രത്തിലൂടെ ആസിഫ് ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കി. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആസിഫ് അലി ഇനിയും ധാരാളം നല്ല സിനിമകളും അഭിനയത്തിൻ്റെ ഉത്തംഗ ശൃംഗങ്ങളും കീഴടക്കാൻ കഴിയട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥതയോടെ ആശംസിച്ചുകൊള്ളുന്നു.